ഹലോ, എത്തസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ലീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ വീടുള്ളതുകൊണ്ട് നമ്മൾ വീടിലൊന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. നല്ല അലങ്കോലമായിട്ടുണ്ട് വീടിൻ്റെ പുറകുവശമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കാനുണ്ട്. പിന്നെ അമ്മ ഇതാ റിമൂവ് ബോക്സിലുള്ള വളയിലെടുത്ത് മാറ്റാന്ന് 1.5 വർഷമായി ഇത് ഉപയോഗിക്കാണ്ട് വെച്ചിട്ട്. അപ്പോൾ ഇതിൽ നിറയെ വേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം വളാവശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ചെടിക്കും പച്ചക്കറിക്കെല്ലാം ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് അത് അമ്മ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ പുതിയതായിട്ട് വേസ്റ്റ് ഇട്ട് കൊടുക്കണം. രാവിലെ തന്നെ എത്തുൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്തുനെ കുളിപ്പിച്ചൊരു ഭാഗത്താക്കിയാൽ മാത്രമേ ബാക്കി പണിയെല്ലാം തുടങ്ങാൻ പറ്റൂ. അപ്പോൾ എത്തുനെ ഇതാ സുന്ദരിയാക്കലാണ്. എല്ലാം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവൂ. മുടി കെട്ടിയതായാലും ചൊട്ടയായാലും പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ പിന്നെ അതൊന്നും കാണാനേ ഉണ്ടാവില്ല. അപ്പോൾ അമ്മ ഇതാ കൊട്ടത്തേങ്ങയെല്ലാം ഉരിച്ചെടുക്കലാണ്. അപ്പോൾ ഞാനിത് റൂമിൽ നിന്ന് ജനലിലോട്ട് എടുത്ത് വീഡിയോ ഇന്ന് അമ്മക്ക് പണിയില്ലാത്ത ദിവസം, അതുകൊണ്ട് ഇന്ന് ഫുള്ള് സേവനവാരാന്ന്. ഇന്നെന്നാ വാളയിരുന്ന് വിളിച്ചു പോന്നേ അങ്ങാറ്റില്ലേ പറ. അന്നേരം നമ്മള് വീടെല്ലാം വൃത്തിയാക്കലാണ്. ഇന്ന് പണിയില്ലാത്തോണ്ട് നമ്മൾ ഇതെല്ലാം വൃത്തിയാക്കലാണ്. ഞാൻ വരുന്നുണ്ട് വൃത്തിയാക്കാൻ. അമ്മമ്മ വൃത്തിയാക്കാൻ. എനിക്ക് വൃത്തിയാക്കാൻ നമ്മളെ കൂടെ പൊളിഞ്ഞു പോയി. മുരിങ്ങ പൊട്ടി, നമ്മൾ അന്നെല്ലാം കാണിച്ച മുരിങ്ങ പൊട്ടി വീണുപോയി. ഫുള്ള് പൊട്ടി, കൂടെയെല്ലാം പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്. ടേസ്റ്റെല്ലാം വൃത്തിയാക്കാനുണ്ട് ഇവിടെ ഫുള്ള്. ഇതൊന്നും കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട. കൊട്ടത്തേങ്ങ ഉച്ച് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ. കൊപ്പര വെളിച്ചെണ്ണ ഇത് ഇവര് ഈ ഒരാൾ കൊട്ടത്തേങ്ങ ഇടിക്കുന്ന, ഒരാൾ കൂടുതലെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എനക്ക് പോയിട്ട് തുണിയാറിടുന്നുണ്ട്. ഏറ്റവും കുളിപ്പിച്ച് ചുന്തിരിയാക്കിയിട്ടുണ്ട്. കൊടുത്തു ഒരു ഹായ് പറ. ഇതാ വീഡിയോ എടുക്കുന്ന വെറും കുരുത്തക്കേടാ. അമ്മ ഉരിച്ച കൊട്ടത്തേങ്ങ ഉള്ളു ഫുള്ള് മണ്ണാന്നല്ലോ. മണ്ണ്. ഞാൻ പോയിട്ട് തുണി ആറിടട്ടെ. കുറച്ച് തുണി മുറ്റത്ത് ആറിയിട്ടിട്ടുണ്ട്, കുറച്ച് മേലെ. അപ്പോൾ വീടിൻ്റെ പുറകുവശമെല്ലാം അമ്മ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരുവിധം. കൂടേൻ്റെ അത് ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓടെല്ലാം പൊട്ടിയത് കൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതവിടെ വിട്ട് ഇനിയിപ്പം വീടിൻ്റെ അകയെല്ലാം ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അമ്മ അടിച്ചു വരുന്നുണ്ട്. അമ്മ അടിച്ചു വാരിയ ശേഷം വേണം എനിക്ക് തുടക്കണമെങ്കിൽ. അയ്യോ, ആകെ ടയേർഡായി. ഇനി എന്തെങ്കിലും ഫ്രിഡ്ജിലുണ്ടോ നോക്കട്ടെ. വിശക്കുന്നുണ്ട്, നല്ല ചൂടുമുണ്ട്. ഒറ്റയ്ക്ക് എടുക്കാം. നല്ല ചൂട് സമയത്ത് കഴിക്കുന്ന ദിവസമുണ്ട്. അപ്പോൾ വത്തക്ക തിന്ന് കുറച്ച് ടയേർഡെല്ലാം പോയി. പിന്നെ എൻ്റെ കോവക്ക നല്ല കരിഞ്ഞുണങ്ങുന്നുണ്ട്, എൻ്റെ വെയിൽ തട്ടിയിട്ട്. അപ്പോൾ കാണുമ്പോൾ സങ്കടം വരുന്നത്. ഞാൻ വെള്ളം ഒഴിക്കാനും മറന്നുപോയി രാവിലെ. അപ്പോൾ എൻ്റെ കോവക്കേൻ്റെ അവസ്ഥ എത്ര കഷ്ടപ്പെട്ടിട്ട് അതിനെ ഇത്രയൊന്നും ഇതാക്കിയെന്നറിയാം. എത്ര കാലമായി അത് നട്ടിട്ടെന്നറിയാം. പക്ഷെ അത് വളരുന്നേ ഇല്ല. നമ്മളെ മണ്ണിൻ്റെ
പ്രശ്നം കൊണ്ടാന്ന് തോന്നും. കുറേ വളയെല്ലാം ഇട്ട് കൊടുത്ത് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഉഷാറായി വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പന്തലാണെങ്കിൽ ഞാനും അമ്മയും കൂടി കെട്ടിയ പന്തലാണ്. നോക്കുമ്പോൾ പൊട്ടി വീണോണ്ടിരിക്കുന്നുണ്ട്. കുറേ തവണ കെട്ടിക്കൊടുത്ത് ഇപ്പോൾ ആദ്യം പൊട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ കോവക്ക. എല്ലാം വാടി പോയി. സങ്കടം വരുന്ന എനിക്ക്. രാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കാനും മറന്നു. 2 നേരം നനച്ചിട്ടില്ലെങ്കിൽ കഷ്ടം. പന്തൽ എത്ര ഇതൊരിക്കൽ അമ്മ പന്തൽ കെട്ടിക്കൊണ്ടിരിക്കുമ്പം എങ്ങനെയോ പൊട്ടിപ്പോയി. എന്നിട്ട് കൂട്ടി കെട്ടിയിട്ടത്. അതിനുശേഷം ഇതിപ്പോൾ ഇവിടുന്ന് ഇളകി കൊടുക്കുന്നത്. ഞാനൊന്ന് കെട്ടിക്കൊടുക്കട്ടെ. വെയിലാണെന്നറിയാം. എൻ്റെ നമ്മൾ കിണറിൽ വെള്ളം വറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് അധികം വെള്ളം എടുത്തിട്ട് ചെടിക്കൊന്നും ഒഴിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പൈപ്പ് വെള്ളം വരുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കുറച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കല്. 2 ദിവസമായിട്ട് പൈപ്പും വെള്ളവും ഇല്ല. അപ്പോൾ ആകെ കഷ്ടമായിട്ടുള്ളൂ. എൻ്റെ ചെടിക്കൊന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ നോക്ക്, ഡ്രസ്സെല്ലാം ആക്കി വെച്ചിട്ട് രാവിലെ കുളിപ്പിച്ചതാ. കുരുത്തക്കേടിന് കയ്യും കാലും വെച്ച സാധനം. അതെന്നാ എന്നാ ചെയ്യുന്നേ വാവ? എന്നാ ചെയ്യുന്നേ? വെള്ളം എടുത്തിട്ട് എന്നാ ചെയ്യുന്നേ? തുപ്പ. എന്റെ ഡ്രസ്സിലെല്ലാം എന്നാ ആക്കി വെച്ചത്? ഇതെന്നാ ആക്കീനി? അമ്മ എന്ത് സുന്ദരിയാക്കി തന്നതോ എല്ലാം കളഞ്ഞു വെച്ചില്ലേ? വാവ കുളിച്ച് സുന്ദരിയായതല്ലേ? വാവന്റെ കോല എന്നാ ഇപ്പോ? വാവ മണ്ണിൽ പോയി കളിച്ചിനാ? വാവ മണ്ണിൽ പോയി കളിച്ചിനാ? ഇതെന്നാക്കീനി? ഇതെന്നാ കുപ്പായത്തിൽ ഇച്ചി? ഇതെന്നാ പറ. എന്റെ ഡ്രസ്സിലെന്നാ പറ. അടിയാ? അനക്കടി നിനക്കടി തരൂ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ കറികളാണ് ഇത്. പിന്നെ ഞാൻ വെറുതെ എനിക്ക് പരിപ്പ് കറി മാത്രമായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പുളിയും മുളകും ഉള്ളിയെല്ലാം ഇട്ടിട്ട് കാന്താരി ഉടച്ചിട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട്. കഞ്ഞിവെള്ളത്തിൽ പുളി പിഴിഞ്ഞിട്ട് പിന്നെ കാന്താരി ഉടച്ച് കുറച്ച് ഉള്ളിയും ചതച്ചിട്ട് പച്ച വെളിച്ചെണ്ണയും ആക്കിയതാണ്. പിന്നെ ചീര വറവ്, അതുപോലെ തന്നെ പരിപ്പും കായും കറിയാണ്. പിന്നെ ഈ പുളിമുളകിൻ്റെ അകത്ത് ഞാൻ വെറുതെ ഒരു രസത്തിന് കടുക് വറുത്തിട്ടിട്ടുണ്ട്. വലിയ രസമൊന്നും ഉണ്ടായിട്ടുമില്ല. ഇതാ കൈപ്പക്ക കൊണ്ടാട്ടം. പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം ഇതെല്ലാമാണ്.